ആ ആ പൂക്കളടി വിളിയുണ്ടല്ലോ. ആ ഓണൊക്കെ അല്ലേ, കുറെ നാളായില്ലേ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മോളെവിടെയായിരുന്നു, ഡൽഹിയിലായിരുന്നു. ആ ഡൽഹിയിലാ, അവിടെ എന്താണ് വിശേഷം? മോളെ പ്രസവത്തിന് പോയതാ, ഇനി കുറച്ചാൾ ഇവിടേക്ക് ഉണ്ടാവും. അപ്പൊ കാണാം നമുക്ക്. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ കൂട്ടുകാരെ കണ്ടുവരാം. ഓക്കെ. അപ്പൊ ശരി. എവിടേക്കാ? മീൻ വല്ലതും കിട്ടിയാ? ഡാ ശശിയെ. ആ മാമനാ, എന്തുട്ട പരിപാടി? ഓണക്കല്ലേ മാമ, 2 മീൻ പിടിച്ച് വറക്കാന്ന് വെച്ചു. ആ എന്നാ ഞാനും കൂടിയല്ലോ, കുറേ നാളായി പുഴയിൽ മീനൊക്കെ വറുത്ത് കഴിച്ചിട്ട്. വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നാ നമുക്ക് 2 ആൾക്കും കൂടാ. ശശിയെ, എന്താ പ്രശ്നേട്ടാ? എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലടാ. എന്താ നീ ഇവിടെ കയറി വന്നടാ. എന്താ പുരുഷ പ്രശ്നം? ഇതേ ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാ. മാമ ഇല്ല ഇടപെടാട്ടാ. മാമ ഒന്നുകൊണ്ട് മാറുന്നേ. എന്താ പ്രശ്നേട്ടാ രാവിലെ ചൂടായിട്ട് സംസാരിക്കണേ? എന്താ കാര്യം എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ ശശി? ഒരു 50,000 റുപ്യ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പലിശയെങ്കിലും തായോ? അതില്ല. എന്നാ മുതലും കൂട്ടിയിരുത്താ, അതുമില്ല. എന്താ നിന്റെ ഉദ്ദേശം? പണിയില്ല പ്രശ്നേട്ടാ, ഞാൻ എന്താ ചെയ്യുക? നീ ആ കട്ട കമ്പനിയിൽ പണിക്ക് പോണവരൊക്കെ ഞാൻ അറിഞ്ഞു. അതും പുരുഷേട്ടാ അറിഞ്ഞൂലേ? ഒക്കെ അറിഞ്ഞൂടാ ഞാൻ. ഇനി നിന്റെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മുതലും പലിശയും എൻ്റെ കുടുംബത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ ചൂപ് അറിയിട്ടാ. ഓ എനിക്ക് എനിക്ക് ഓ എന്ത് പറ്റി? എന്താണ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തിനാവും എന്നെ തള്ളിയിട്ട്? ഞാനൊരു 50,000 രൂപ പലിശക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടിൽ തന്നെയാ. പുരുഷോ, പുരുഷോ. ആ താനെന്തിനാണ്ടോ കിടന്നിട്ട് പിടിച്ചു പോണ്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാടാ. വിളിച്ചു കൂടാനൊക്കെ കാര്യണ്ടാ. എന്ത് കാര്യം? പുരുഷോ, നിന്നെ ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി വരണേട്ടാ. അപകട? എന്ത് അപകടം? താൻ കാര്യം എന്താണെന്ന് പറഞ്ഞു തൊലക്കടോ. ഇന്നലൊരു സംഭവം ഉണ്ടായി. ഞാൻ പറമ്പ് നിന്ന് വരുമ്പോൾ നമ്മുടെ മാൻ്റെ കുന്നത്തെ ആ പറങ്ങിയാൻ തോപ്പിലൊരു അനക്കം. ചെന്നൊക്കെപ്പോൾ ഒരാൾ കിടന്ന് പെടയാ തൂങ്ങിയിട്ട്. ഞാനും നോക്കാൻ പോയില്ല, ആരായാലും പോയി കയറിയാ പിടിച്ചു. ഇറക്കി നോക്കിയപ്പോൾ ആരാന്നറിയാം നിനക്ക്? ആരാ? നമുക്ക് പരിചയമുള്ളവർ വല്ലവരാ? നമ്മുടെ ശശി. നീ ഒന്നും ഭീഷണിപ്പെടുത്തില്ലടാ. അതിൻ്റെ കാരണത്തിലാവും പോയിട്ട് ഈ പണി ചെയ്ത്. ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ കീശിലൊരു കുറിപ്പിരിക്കുന്നു. അതെയാ? എന്തു കുറിപ്പ്? അവൻ്റെ ജാതക കുറിപ്പാ? അല്ലടാ, ആത്മഹത്യാക്കുറിപ്പ്. അതിൽ നോക്കിയപ്പോൾ മുഴുവൻ എൻ്റെ കുറ്റങ്ങളാ. ഞാനത് കാര്യമാക്കില്ല, അപ്പനെ ചെയ്തി കളഞ്ഞു. നീ അതിനെപ്പറ്റി പേടിക്കണ്ട. ആത്മഹത്യ കുറിപ്പാ? ആ. അവൻ തന്നെ എഴുതിയത്? പിന്നെ നിനക്ക് ഉറപ്പുണ്ടോ അവൻ തന്നെ എഴുതിയത്? ഞാൻ വായിച്ചതല്ലേ. ശരി തന്നെ. നീ ഇതിപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനിപ്പോൾ ഞാനെന്താ വേണ്ടത്? നിന്നെ ഞാൻ വലിയൊരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ. അപ്പോൾ എന്തെങ്കിലും സഹായം ഇങ്ങോട്ട് കിട്ടിയാൽ അതെല്ലാം രീതി. ഒരു പാലിട്ടാ അങ്ങടും ഇങ്ങടും വേണ്ടേ? അല്ല, ഈ പാലം പണിതിട്ട് എന്താ ഉദ്ദേശിക്കണ മാമേ?
പുരുഷന് എന്നെ അറിയാലോ. നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റി നീ ചെയ്യ്. ഓണൊക്കെ ആയില്ലേ? ആ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്യാം. ഞാനേ ഒന്ന് പോയി നോക്കട്ടെ. ഞാൻ പോലെ അവിടെ ഇരിക്കട്ടാ. ഏയ് ഇപ്പൊ പറയാം കേട്ടാ. ഓണക്കല്ലേ? പുരുഷു ഇങ്ങോട്ട് തന്നോളൂ. ഞാൻ തരാം. ഇതെന്താ സാധനം എന്നറിയോ മാമനെ? അന്ന് ഇവിടുന്ന് പൈസ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ ഞാൻ എഴുതിയിട്ട് അവനെ കൊണ്ട് ഒപ്പിടിച്ചാണിത്. ആ ഒപ്പിട്ടൊന്ന് നോക്കിയേ. അവന് ഒപ്പിടാനും അറിയില്ല. പിന്നെ മഷിയിൽ മുക്കിയിട്ട് അവൻ്റെ വിരൽ ഞാനാണ് ഇവിടെ കൊണ്ടുവന്ന് കുത്തിയത്. ആ അവനാ ആത്മഹത്യ കുറിപ്പ് എഴുതിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരണേ. ശശി, എന്താ മാമാ? നീ ഇങ്ങോട്ട് വന്നടാ. എന്തേ? നീ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടെന്നാ പറഞ്ഞേ? 5. 5. 2. 2 ഞാൻ തരാടാ. ഡാ, പഠിക്കാൻ പോണ കാലത്ത് പഠിക്കാൻ പോണം. ഓ, എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, ഒരു ഒപ്പിൽ നിനക്ക് ഇടാറിയോടാ. പഠിക്കാൻ പോണ കാലത്ത് പഠിക്കാൻ പോണം, അല്ലാണ്ട് അണ്ടി പറക്കാൻ പോലടാ. ഒറ്റ ചവിട്ടി ചവിട്ടിയാണ്ടല്ല മനുഷ്യന്മാരെ തല്ല് പഠിപ്പി. ഓ